സാറാണോ? ഓടി ഓടി അങ്ങ് താറാക്കോഴിയെ പോലെ ആയല്ലോ. ചെല്ലേ. അതെ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. പുതിയ ആളാണല്ലയോ? അല്ല, ഇവിടെയും കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. അല്ല, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴി ഏതാ? അവിടെ വരെ ഓടാനോ? എന്റെ കൂടെ പോരെ, ഞാൻ ബസ് കയറ്റി വിടാം. ഗുഡ്. പിന്നെ ഞാൻ ഇങ്ങനെ ഡെയിലി രാവിലെ ഓടുന്നത് എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. ഏത് മേലാകെ ഒന്ന് ഫ്രഷ് ആകും. രമണിക്കുട്ടി, അമ്മാവന്റെ ഈ കൊടവയറൊക്കെ കുറയുമല്ലേ? അമ്മാവനോ? ഞാനോ? കുടവയറോ? എനിക്കോ? ഇപ്പോഴെങ്ങനെ? അതാ, അതുകൊണ്ട് കുട്ടിയുടെ സമീപം എനിക്ക് കുറച്ചുകൂടെ ഊർജം തരും. ഫോൺ അടിക്കുക അമ്മാവാ. ഫോൺ ഫോൺ. ഓ ഭാര്യ പച്ചക്കറിയോ പാലോ മറ്റോ വാങ്ങാൻ പറയാനായിരിക്കും. അല്ലെങ്കിൽ അവളൊരു പച്ചക്കറിയാന്നേ, കറി വെക്കാനേ കൊള്ളാവൂന്നേ. അതേടി, പിന്നെ ഞാന് ഇവിടെ ജിമ്മിലെ എക്സർസൈസ് ചെയ്തോണ്ടിരിക്കുക. പുഷപ്പ്. എവിടെയാണെന്നാ പറഞ്ഞേ? ജിമ്മില്. കുമ്മില്. ജിമ്മിൽ പോവാണെന്നും പറഞ്ഞ് കൊണ്ട പെമ്പിള്ളാരുടെ വായി നോക്കി നടക്കുക അല്ലേ? വായി നോക്കാനോ? യോ, എന്തുവാടി നീ പറയുന്നേ? അതിനും ഇവിടെ പെണ്ണുങ്ങൾ എവിടെ ഇരിക്കുന്നു? ദേ മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിങ്ങൾ അവിടെ ആ പെണ്ണിനോട് കിന്നാരം പറഞ്ഞോണ്ടിരിക്കുന്നതേ ഞാനിപ്പോ ടി വി കൂടെ കണ്ടോണ്ടിരിക്കുക. ടി വി ഇല്ലോ? അല്ല, ടിവിയില്. ഒന്ന് തിരിഞ്ഞു നോക്കണ്ട മനുഷ്യ. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ പച്ചക്കറിയാണെന്നല്ലേ? അരിഞ്ഞുകളയും. നിങ്ങളിങ്ങ് വാ. അങ്ങനെ തന്നെ വേണം. Rakesh, give her the headphone. ഹലോ. സറീന. ഓ ശരി. അയ്യോ, കൊച്ചിന് വഴി തെറ്റിയല്ലോ. ഈ പ്രായത്തിലെങ്ങാനും വഴി തെറ്റിയാ കർത്താവേ. മഞ്ജു, നമസ്കാരമുണ്ട്. ഞാൻ അവറാച്ചൻ, കോട്ടയം കാഞ്ഞിരപ്പിള്ളിയാ. ഈ റബ്ബറേ, ഇപ്പൊ ടി വി കണ്ടായിരുന്നു കൊച്ചു വഴി തെറ്റിക്കുവാന്നും പറഞ്ഞു. ഇവിടുത്തുകാർക്ക് ഹെൽപ്പിംഗ് മെന്റാലിറ്റി കുറവാ. പക്ഷെ ഞങ്ങൾ ഈ കോട്ടയംകാരുണ്ടല്ലോ, ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റിയാ. ഏതായാലും നമ്മൾ ഇത്രയും പരിചയപ്പെട്ട സ്ഥിതിക്ക് കേറിക്കാം. എങ്ങോട്ടാന്ന് പറഞ്ഞാ മതി, ഫ്രീ ഡ്രോപ്പാ. അത് വേണ്ട, ഇവിടെ എവിടെ ബസ് സ്റ്റോപ്പ് ഉള്ളതെന്ന് പറഞ്ഞാ മതി. അയ്യേ, ബസ് സ്റ്റോപ്പ്? ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പം ഇപ്പൊ വീണടാ. അവളല്ല, അവൻ.